എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടൊമാറ്റോ കെച്ചപ്പാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എന്നും പറയാം. ഇത് ഞാനിപ്പം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടൊമാറ്റോ ഇഷ്ടം പോലെ ഉണ്ടായി. ഞാനിത് കറികളിലെന്ന് വെച്ചാൽ സാമ്പാറിൽ ഇടാറുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചില കറികളൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് ടൊമാറ്റോ ഇടാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടൊന്നും ടൊമാറ്റോ അങ്ങനെ ഒരുപാടൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നല്ലപോലെ പഴുത്തും വന്നിട്ടുണ്ട്, എന്നാൽ ഇത് വെച്ചിട്ടൊരു കെച്ചപ്പ് ഉണ്ടാക്കാം. സോസ് നമ്മുടെ പലതിലും നമ്മൾ സോസ് ചേർക്കാറുണ്ടല്ലോ, ടൊമാറ്റോ സോസ് ഒക്കെ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കളയാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കാം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ, വീട്ടിലുണ്ടാക്കാമല്ലോ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കതറിയാം നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ടൊമാറ്റോ കെച്ചപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിനധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അതായത് ടൊമാറ്റോ എടുക്കണം, പിന്നെ വേണ്ടത് നമ്മളിതൊന്ന് നല്ലപോലെ ഇതിൻ്റെ ഒരു പ്യൂരി ആക്കി എടുക്കണം. മിക്സിയിലിട്ട് അരച്ച് എടുക്കണം. അല്പം വെള്ളം ചേർത്താൽ മതി. നല്ലപോലെ വേവിക്കണം ആദ്യം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ പട്ട ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ പട്ടയൊന്നും എടുക്കുന്നില്ല. 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, ഒരല്പം വിനീഗർ വേണം. വിനാഗിരി എന്നൊക്കെ പറയില്ലേ, ആ വിനീഗർ കുറച്ച് വേണം. പിന്നെ പഞ്ചസാര പറഞ്ഞല്ലോ, അത്രയൊക്കെ മതി. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കുറുക്കിയൊക്കെ എടുക്കണം. അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാനിതിൻ്റെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാം. വരൂ നമ്മുടെ കിച്ചണിലേക്ക്. ഇവിടെ ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത തക്കാളിയാണ്, ഇതിവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ടൊമാറ്റോ കെച്ചപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടൊമാറ്റോ എല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ടൊമാറ്റോ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കണം. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്നിട്ട് വേവിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. കുക്കർ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ വെയിറ്റൊക്കെ ഇട്ട് നമ്മളൊരു 2-3 വിസിൽ വരുത്തി വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നു. ടൊമാറ്റോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ 2 ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ദേ ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, 2 ഗ്രാമ്പൂ കേട്ടോ.
കണ്ട ആ ഇട്ട 2 ഗ്രാമ്പൂ എടുത്ത് മാറ്റി. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു 2 ബാച്ചായിട്ട് അരക്കേണ്ടി വരുമെന്ന്. വേണ്ട, ഒറ്റ ഇതിൽ തന്നെ വലിയ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഈ ടൊമാറ്റോ വേവിച്ചത് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തിട്ടിരുന്ന ഗ്രാമ്പൂ എടുത്ത് മാറ്റി കാണിച്ചു തന്നല്ലോ. ഇനിയും ഇതൊരു വലിയ അരിപ്പ വച്ചിട്ട് ഒരു പാനിലേക്ക് അരിച്ചു എടുക്കണം. കണ്ടോ? കണ്ടോ? അരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ കുരുവൊക്കെ അരയാതെ കിടന്നതൊക്കെ ഇതിനകത്ത് നമുക്ക് ഈ അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി ബാക്കി പാനിലുള്ളത് നമുക്ക് അടുപ്പത്ത് വെച്ച് അടുത്ത കുക്കിംഗ് നടത്താം. നമ്മുടെ ടൊമാറ്റോ പ്യൂരിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കാശ്മീരി ചില്ലി പൗഡറാണ്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് വേണ്ട. ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു എരിവും ഉണ്ടാവുമല്ലോ. ഇളക്കി കൊടുക്കണം നല്ല പോലെ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. കണ്ടോ? ഇതും നമുക്ക് ആവശ്യാനുസരണം ചേർത്താൽ മതി. ഒരുപാടൊന്നും ചേർക്കണം എന്നില്ല. ഞാനൊരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരല്പം ഉപ്പ്, ഒരു നുള്ളുപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇളക്കി കൊടുക്കാം. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അത് വിനീഗറാണ്. ഇവിടെ ഞാൻ കുറച്ച് വിനീഗർ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കുറേശ്ശെ ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. പഞ്ചസാരയാണെങ്കിലും പിന്നെ മുളക് പൊടിയാണെങ്കിലും ഒക്കെ കുറേശ്ശെ ചേർത്താൽ മതി, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട്. നമ്മുടെ സോസ് കുറുകി വരുന്നുണ്ട്. റെഡി ആയിട്ടില്ല, കുറച്ച് സമയവും കൂടി എടുക്കും. ഒന്നുകൂടെ കുറുകി വരണം. കെച്ചപ്പ് ഇവിടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, മതിയാവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. കണ്ട, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും പാത്രത്തിലേക്കൊക്കെ മാറ്റാം, അല്ലെങ്കിൽ കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാം. കണ്ടോ? കെച്ചപ്പ് റെഡി. ടൊമാറ്റോ കെച്ചപ്പ് റെഡി. ഞാനുണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവരും സോസൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ എത്രത്തോളം നല്ലതാണ്. വിശ്വസിച്ച് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരും സോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സോസ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ എന്ന് വെച്ച് ഇഷ്ടമുള്ളവർക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം.
ഒപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഒരു ഇത് വരും. അത് കൂടി ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ കാണാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.